ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചറിലെ ഒരു ചാപ്റ്ററാണ് ദ സീസ്ലെസ് റെയിൻ. ഇത് എഴുതിയത് റഫീഖ് അഹമ്മദ് ആണ്. ട്രാൻസ്ലേഷൻ ചെയ്തത് അനിത വർമ്മ. അപ്പോൾ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി നോക്കാം. റഫീഖ് അഹമ്മദ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫിഗേഴ്സ് ഇൻ മോഡേൺ മലയാളം ലിറ്ററേച്ചർ. ഹി ഈസ് എ ഹൈലി റെസ്പെക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ. ആധുനിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരിലൊരാളാണ് റഫീഖ് അഹമ്മദ്. ദ ലിറിക്കൽ ക്വാളിറ്റി ഓഫ് ഹിസ് വേഴ്സ് ഹാസ് മെയ്ഡ് ഹിം എ ഫേവറേറ്റ് എമംഗ് കണ്ടംപററി റൈറ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ സംഗീതാത്മകതയും ഭാവനാപരമായും അവയെ ഏറെ ജനപ്രിയമാക്കുന്നു. ഹി ഓൾസോ റൈറ്റ്സ് സോങ്സ് ആൻഡ് സ്ക്രീൻ പ്ലേസ് ഫോർ മലയാളം ഫിലിംസ്. മലയാള സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങളും തിരക്കഥകളും എഴുതുന്ന വ്യക്തിയാണ് റഫീഖ് അഹമ്മദ്. ദ മെജോറിറ്റി ഓഫ് ഹിസ് പോയംസ് എക്സ്പ്ലോർ സ്പിരിച്വാലിറ്റി, ലവ്, നേച്ചർ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ആത്മീയത, സ്നേഹം, പ്രകൃതി, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ. അഹമ്മദ്സ് പോയം ആർ ബേസ്ഡ് ഓൺ കേരളാസ് പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻ്റൽ കോണ്ടെക്സ്റ്റ്. കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, പരിസ്ഥിതി പശ്ചാത്തലങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രതിഫലിക്കുന്നു. റഫീഖ് അഹമ്മദ് received the Kerala Sahitya Academy Award in 2006 for his work അലമാര. അലമാര എന്ന കൃതിക്ക് 2006 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഹിസ് കോൺട്രിബ്യൂഷൻ ടു മലയാളം സിനിമ ആസ് എ ലിറിക്സ്റ്റ് ആൻഡ് സ്ക്രീൻ റൈറ്റർ ആർ ഓൾസോ നോട്ട് വർത്തി. ഗാനരചയിതാവായും തിരക്കഥാകൃത്തായും സിനിമയിൽ നൽകിയ സംഭാവനകളും ശ്രദ്ധേയമാണ്. ഹിസ് ലിറിക്കൽ ക്വാളിറ്റി ആൻഡ് തീമാറ്റിക് വെറൈറ്റി അലോ ഹിം ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ക്ലാസിക് ആൻഡ് ദ കണ്ടംപററി. അദ്ദേഹത്തിൻ്റെ ശൈലി പരമ്പരാഗതവും ആധുനികവുമായ സാഹിത്യത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഹിസ് വൈഡ്ലി അപ്രിസിയേറ്റഡ് വർക്ക് തോരാമഴ ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ആസ് സീസ്ലെസ് റെയിൻ ബൈ അനിത വർമ്മ. തോരാമഴ എന്ന കവിത സീസ്ലെസ് റെയിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ദെയർ ആർ ന്യൂമറസ് അഡീഷണൽ ട്രാൻസ്ലേഷൻ ഓഫ് ദ പോയം അവൈലബിൾ ആസ് വെൽ. ഈ കവിതയ്ക്ക് നിരവധി വിവർത്തനങ്ങൾ ലഭ്യമാണ്. തോരാമഴ എക്സാമിൻസ് ദ തീം ഓഫ് ലോങ്ങിങ്, റിസലൈൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. ആഗ്രഹം, സഹിഷ്ണുത, ജീവിതത്തിൻ്റെ തുടർച്ച എന്നിവയാണ് കവിതയുടെ പ്രധാന ആശയങ്ങൾ. ഇൻ തോരാമഴ ദ റെയിൻ സെർവ്സ് ആസ് എ പൊട്ടൻറ്റ് സിമ്പിൾ റാദർ ദാൻ നാച്ചുറൽ ഒക്യൂറൻസ്. ഇവിടെ മഴ ഒരു പ്രകൃതി സംഭവമല്ല, ശക്തമായൊരു പ്രതീകമാണ്. ദ ഫീലിംഗ് ലിങ്കർ ആൻഡ് പുവർ ലൈക്ക് എൻലെസ് റെയിൻ. ഇമോഷൻസ് കണ്ടിന്യൂ എൻലെസ്ലി ലൈക്ക് റെയിൻ. വികാരങ്ങൾ അവസാനമില്ലാത്ത മഴ പോലെ ഒഴുകുന്നു. റഫീഖ് അഹമ്മദ് യൂസസ് സെൻസറി റിച്ച് ലാംഗ്വേജ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണർത്തുന്ന സമൃദ്ധമായ ഭാഷയാണ് കവി ഇവിടെ ഉപയോഗിക്കുന്നത്. വൈൽ ബീങ് പ്രൊഫൗണ്ട്ലി റിഫ്ലെക്റ്റീവ്. കവിത ആഴത്തിലുള്ള ചിന്തകൾക്കും പ്രേരിപ്പിക്കുന്നു. ദ റീഡർ ഈസ് ഗിവൺ മോർ ഇമ്മൻസീവ് എക്സ്പീരിയൻസ്. വായനക്കാരന് കൂടുതൽ ആഴത്തിലുള്ള അനുഭവം ലഭിക്കുന്നു. അപ്പം നമുക്ക് പോയം നോക്കാം. ദ സീസ്ലെസ് റെയിൻ. ദ നൈറ്റ് ഉമ്മക്കുൽസു ഡൈഡ്. ഉമ്മക്കുൽസു മരിച്ച രാത്രി. അപ്പം അവിടെ കവിതയുടെ സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഹെർ മദർ സ്റ്റുഡ് അലോൺ ഔട്ട്സൈഡ് ദ ഹൗസ്. അമ്മ വീടിന് പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. റിലേറ്റീവ്സ് ഹാഡ് ഓൾ ലെഫ്റ്റ്. ബന്ധുക്കൾ എല്ലാവരും വന്നു പോയി. ദ കോർട്ട്യാർഡ് വാസ് എംപ്റ്റി. മുറ്റം വളരെ ശൂന്യമായിരുന്നു. ആദ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ആരുമില്ല. റീഡ് ചെയർസ്, ഗ്യാസ് ലൈറ്റ്, മാറ്റ്സ്, എവറിത്തിങ് വാസ് റിട്ടേൺ. കസേരകൾ, വിളക്ക്, പായകളെല്ലാം എടുത്തുമാറ്റി. ചടങ്ങുകൾ കഴിഞ്ഞതിൻ്റെ സൂചന. അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഡാർക്ക്നെസ് വെൽഡ് അപ്പ് ടു ദ ബോട്ടം ഓഫ് എ ബ്രാഞ്ച്. അന്ന് തന്നെ ഇരുട്ട് എല്ലായിടത്തും നിറഞ്ഞു. ദുഃഖം മുഴുവൻ അന്തരീക്ഷത്തെയും മൂടുന്നു. ഓഫ് ദ ചാമ്പക്ക വിച്ച് ഷീ ഹാഡ് പ്ലേസ്ഡ് വൺസ്. അവൾ നട്ട ചാമ്പക മരത്തിൻ്റെ അടിവരെ മരിച്ച കുട്ടിയുടെ ഓർമ്മ പ്രകൃതിയുടെ പ്രകടമാകുന്നു. എ ലിറ്റിൽ ചിമ്മിനി ലാംപ് സ്റ്റൂഡ് വൈപ്പിംഗ് എ ഡിം ടിയറി ലൈറ്റ്. ചെറിയ വിളക്ക് മങ്ങിയ വെളിച്ചം കൊടുക്കുന്നു. ദുഃഖത്തിനിടയിൽ ചെറിയ പ്രതീക്ഷ, ജീവിതം എന്നിവ നൽകുന്നു. ദ ടാബി ക്യാറ്റ് റബ്ഡ് ഇൻക്യൂറിംഗ്ലി അഗെയിൻസ്റ്റ് ദ സ്ലിപ്പേഴ്സ്. പൂച്ച ചെരുപ്പിൽ ചേർന്ന് ചുറ്റുന്നു, കുട്ടിയെ തേടുന്ന പോലെ. ഉമ്മക്കുൽസു ഹാഡ് ലെഫ്റ്റ് ബിലോ ദ സ്റ്റോൺ സ്റ്റെപ്സ്. ഉമ്മക്കുൽസു വെച്ചുപോയ ചെരുപ്പുകൾ അവളുടെ അഭാവം കൂടുതൽ തോന്നുന്നു. ആൻഡ് ഇൻഡിഫറൻ്റ്ലി ലെഫ്റ്റ് ഫോർ ദ റോക്ക് ക്വാറി ബിഹൈൻഡ് ദ ഹൗസ്. പിന്നെ പൂച്ച അവിടെ നിന്ന് പോയി. ലോകം മുന്നോട്ട് പോകുന്നു, ജീവിതം നിൽക്കുന്നില്ല. ദ പെരംപുലേറ്റിംഗ് വിൻഡ് പൗണ്ടഡ് എ ട്രീ. കാറ്റ് മരത്തിലേക്ക് കയറി. പ്രകൃതി സജീവമായി തുടരുന്നു. അഫെക്ഷനേറ്റ്ലി പാറ്റിംഗ് ഹെർ സ്ലൈറ്റ്ലി ഫ്രെയ്ഡ് ലിറ്റിൽ ഫ്രോക്ക്. പഴകിയ ഫ്രോക്കിനെ കാറ്റ് തൊടുന്നു. അമ്മയുടെ സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓൺ ദ ക്ലോത്ത് ലൈൻ ടു ദ സൗത്ത് ഓഫ് ദ ഹൗസ്.
വീട്ടിൻ്റെ തെക്കുഭാഗത്തെ വസ്ത്രക്കയർ സാധാരണ ജീവിതത്തിൻ്റെ ഓർമ്മകൾ. വൈൽ ഹെർ മദർ വാസ് സ്റ്റാൻഡിങ് അലോൺ ഔട്ട്സൈഡ് ഹൗസ്. അമ്മ ഇപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയി. ദ നൈറ്റ് ഉമ്മക്കുൽസു ഡൈഡ്. അതേ മരിച്ച രാത്രി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സംഭവം ഗൗരവമായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കെയിം എ സഡൻ സ്ലറി ഓഫ് റെയിൻ. പെട്ടെന്ന് ശക്തമായ മഴ തുടങ്ങി. മഴ ഇവിടെ വികാരങ്ങളുടെ പൊട്ടിത്തെറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹെർ മദർ റാൻ ഇൻസൈഡ് ഫാസ്റ്റ് സെർച്ചിങ്. അമ്മ അകത്തേക്ക് ഓടി. പെട്ടെന്ന് അവിടെ ആശങ്കയും വിഷാദവും വന്നു. ആൻഡ് ഫൗണ്ട് ദ സ്പോട്ടഡ് അംബ്രല്ല എബൌട്ട് വിച്ച്. പുള്ളികളുള്ള ആ കുട കണ്ടെത്തി. കുട്ടിയുടെ ഓർമ്മയാണത്. ഷീ യൂസ്ഡ് ടു വിംബർ. കുട്ടിയുടെ നിർമ്മലമായ വാക്കുകൾ കൂടുതൽ പ്രകൃതിയും ഓർമ്മകളും ചേർന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത്രയും ലൈൻസ് പറഞ്ഞതിന് 4 വരിയും കൂടി ഉണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. She hastily ran and placed the open parasol on top of the new mound of earth in the cemetery. അമ്മ പെട്ടെന്ന് ഓടിപ്പോയി പുതിയ കല്ലറയ്ക്ക് മുകളിൽ കുട വെച്ചു. അത് അവളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. കുട്ടിയുടെ ഓർമ്മ ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നതായി ഇത് കാണിക്കുന്നു. ദ റെയിൻ കണ്ടിന്യൂസ് ടു ഫാൾ ഇൻ്റർമിനേബിളി ഫ്രം ദ നൈറ്റ് ഉമ്മക്കുൽസു ഡൈഡ്. മഴ അനന്തമായ വേദനയും ഓർമ്മകളും എന്ന് കവിയുടെ പ്രധാന സന്ദേശം ഇവിടെ പ്രകടമാക്കുന്നു. മഴ തുടർന്നുകൊണ്ടേയിരുന്നു എന്നത് അമ്മയുടെ ദുഃഖം അവസാനിക്കുന്നില്ല എന്ന ആശയം വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഒരു സമ്മറി ഞാൻ വായിക്കാം. ജസ്റ്റ് പറയുന്നുള്ളൂ. ഇതിൽ അതിൻ്റെ നോട്ടില്ല. നോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. The poem presents a very touching and heartbreaking situation, the death of a young girl named Umukulsu. From the very first line, the night Umukulsu died, we are introduced to a scene filled with sadness and silence. The poet does not describe the death in detail, but instead focuses on the emotional atmosphere surrounding it. After the funeral, all the relatives leave and the mother is left alone outside her house. This image of the mother standing alone is very powerful. It shows her deep loneliness and helplessness. Even though many people were present earlier, now she has to face the reality of loss all by herself. The courtyard is described as empty. The chairs, mats, and gaslight that were used for the funeral have all been removed. This emptiness is not just physical but also emotional. It reflects the emptiness in the mother's heart after losing her child. The poem then uses the image of darkness spreading everywhere. Darkness here symbolizes sorrow, pain, and the heavy feeling of grief. It is not just the absence of light but also the presence of emotional suffering. There is a chamaka tree mentioned in the poem which the mother had once planted. This tree represents memories of the past when life was happier. Now the same tree stands silently witnessing the mother's grief. This contrast between past happiness and present sorrow makes the poem more emotional. The chimney lamp gives a dim, teary light. This is a very beautiful image. The weak light represents the fading hope and the sadness of the situation. It feels as if even the light is crying along with the mother. The poet also includes small ordinary details that make the poem very realistic and touching. For example, the tabby rat rubs against the slippers of Umukulsu. The cat does not understand that the child is gone. It behaves normally and then walks away. This shows how nature and life continue without stopping even when humans are suffering deeply. The slippers left behind are a strong symbol of absence. They remind the mother that her daughter is no more. Similarly, the little frog hanging on the clothesline is gently touched by the wind. This creates a very emotional moment as the frog represents the presence of child who is no longer there. The wind is described as moving around freely, almost like it is interacting with the objects. This gives a sense that nature is silently sharing the mother's grief. Then comes one of the most important elements of the poem. The rain. Suddenly there is a heavy rain. This rain is not just a natural event but a powerful symbol. It represents the tears of the mother and the endless sorrow in her heart. The title Ceaseless Rain itself suggests that this grief is continuous and never ending. The mother runs inside the house when the rain starts. This action shows her disturbed and restless state of mind. Inside, she searches for something and finds a spotted umbrella. This umbrella brings back a memory of her daughter who used to complain that the ribs were broken. The small memory is very significant. It shows how even ordinary objects can carry deep emotional value after the loss of a loved one. The mother remembers her daughter through the simple, everyday moment, which makes the poem even more touching and realistic. The poem does not provide any solution or relief from the sorrow. Instead, it shows that grief is a natural part of life and sometimes it continues like ceaseless rain. However, through this sadness, the poem also suggests the idea of endurance, that life goes on even in the face of deep pain. Ceaseless Rain is a beautiful and emotional poem that explores the pain of losing of loved ones.
അപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇപ്പം ഞാൻ വായിച്ച് ഈ പറഞ്ഞതിൻ്റെ നോട്ട് ആവശ്യമുള്ളത് ജസ്റ്റ് കമൻറ്റിലൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ നോട്ട് അതിൽ തരാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.